Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. കൂകിപ്പാടും ഒരു പെണ്ണേ, തത്തി തത്തി പാറി നടക്കും തത്തമ്മ പെണ്ണേ, കുറുകുറുകിപ്പാടും തക്കച്ചിയമ്മേ, തുരുതുറവെയ്യുന്ന മഴയിൽ പാടി ആടിവാ. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. The shining star of Jesus. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. Johnny. അത്യാഗ്രഹമാണ് ലോകത്തിലെ സർവ്വ യുദ്ധങ്ങളുടെയും സംഘർഷങ്ങളുടെയും ദുരിതങ്ങളുടെയും അടിസ്ഥാന കാരണം. അത് മനസ്സിലാക്കി ജീവിക്കുന്നവർ സമാധാനം എന്താണെന്നറിയും. അയ്യോ എന്റെ വല്യമ്മച്ചി, ഞാൻ പോയേ. അയ്യോ കൈവിടരുതേ, ദേ ഞാൻ പോയേ. നമുക്ക് അത്യാഗ്രഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്തോ നാടാ ഇത്? കൈ വിട്ടുപോയി, പിന്നെ പറയാം. കൂട്ടുകാരെ, നമുക്ക് 5 മിനിറ്റ് ഇവിടെ ഇരിക്കാം. എന്തായിരിക്കും ഊഹിക്കാമോ? ജോപ്പന്റെ സ്വപ്നം പറയാൻ. അതെ, നിങ്ങൾ മടുത്തില്ലേ? നമ്മളെ എപ്പോഴും ചിരിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജോപ്പന്റെ സ്വപ്നം നമുക്ക് കേൾക്കാം. നമുക്ക് കേൾക്കണ്ടേ? ജോപ്പാ, വാടകൂട്ട. ഇത് വല്ലാത്ത ചെയ്ത്തായി പോയെന്റെ അച്ചോ. സാരമില്ലടാ ജോപ്പാ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബൈബിളിൽ സ്വപ്നം ദൈവാനുഗ്രഹത്തിന്റെ അടയാളമാണല്ലോ. ആണല്ലോ. അതുകൊണ്ട് ഞാനും ഒരു സ്വപ്നം കണ്ടു. എന്തായിരുന്നു ആ സ്വപ്നം? ഇതായിരുന്നു ആ സ്വപ്നം. 7 നിലയുള്ള വലിയൊരു മാവ്. വരിക വരിക ജോപ്പ, മധുരതരമാ ഞങ്ങളെ മടികൂടാതെ നുകരുക. ജോപ്പ, എന്റെ വാലിന്റെ കൊളുത്തിൽ പിടിക്ക്. നമുക്ക് പറന്നുയർന്ന മാമ്പഴം നുകരാം. അറിയുക, ആദ്യത്തെ 3 തട്ടിലെ മാമ്പഴം മധുരം, പിന്നത്തെ 3 തട്ടുകൾ അതിമധുരം, അവസാനത്തെ ഒരു തട്ട് കട്ട മധുരം. നാം എവിടേക്ക് പറക്കണം? മറക്കരുത്, ആദ്യത്തെ തട്ട് സുരക്ഷിതം, ഉയരം അപകടം. പക്ഷേ വലിപ്പം, മധുരം എന്നീ മാങ്ങകൾ ഉയരത്തിൽ. ചെറിയ പല മാങ്ങകളേക്കാൾ ഉത്തമം ഉയരത്തിലെ വലുതൊന്ന്. നാം എങ്ങോട്ട് പറക്കണം? എന്നിട്ട് 7-ാം തട്ടിലെ വലിയ മാങ്ങകൾ തൂങ്ങിയാടുന്ന കൊമ്പിൽ എന്നെ ഇരുത്തി. ഒരുപാട് മാങ്ങകൾ പറിച്ചോ? ഉവ്വ് പറയാം. ജോബ,
ജോപ്പ പിടിയിട്. നിന്റെ അത്യാഗ്രഹം കാരണം എന്റെ വാലിന്റെ കൊളുത്ത് ചുട്ടു പഴിക്കുന്നു. ജോപ്പ ഒന്ന് ക്ഷമി. എന്റെ 7ാം തട്ടിലെ മാങ്ങകൾക്ക് ഭയങ്കര ഭാരം. നിനക്കാണെങ്കിൽ അതിലേറെ ഭാരം. നീ താഴേക്ക് പോകൂട്ടാ. എന്നിട്ടോ? അപ്പോ ആകാശത്തിൽ ഇപ്രകാരം എഴുതി കാണിച്ചു: അത്യാഗ്രഹം ആപത്താണ്. പിന്നെ മാവൊന്നു കുലുങ്ങി. ഞാൻ താഴേക്ക് പോന്നു. അപ്പോഴത്തെ എന്റെ വെപ്രാളമാണ് നിങ്ങൾ കേട്ടത്. എന്റെ പ്രസംഗത്തെക്കാൾ എത്രയോ സുന്ദരമായ സ്വപ്നം. രണ്ടും പറഞ്ഞത് ഒരേ കാര്യം. അത്യാഗ്രഹം ആപത്താണ്. അപ്പോ ജോപ്പന്റെ ഉഗ്രൻ സ്വപ്നത്തിന് നന്ദി. ഇനി ക്ലാസ്സിൽ പോക്കോ. സ്കിറ്റ് പ്രാക്ടീസ് കഴിഞ്ഞപ്പോ നേരം ഒരുപാടായി. വീട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ ഡോൺ വെറി. ജോപ്പ, മാവിന്റെ മോളിൽ നിന്ന് വീണപ്പോ മാങ്ങ പറിച്ചത് കൈ തന്നെ ഉണ്ടായിരുന്നോ? സിനിമ പോലുള്ള ഉഗ്രൻ സ്വപ്നം. മാങ്ങാക്കൊതിയൻ പള്ളിയിൽ ഇരുന്ന് മാങ്ങയെക്കുറിച്ച് ഓർത്ത് ഉറങ്ങി. അതാ. എന്നാ ഞാനൊരു സത്യം പറയാം. പറ. അതൊരു സ്വപ്നമല്ല, അതൊരു വെളിപാടാ. എന്നാൽ അതിന്റെ അർത്ഥം പറ. സിമ്പിൾ. ചെറിയ മാങ്ങയ്ക്കാണ് മധുരം. ഹോ, ഞങ്ങളെ കൊല്ല്. അത്യാഗ്രഹം ആപത്ത്. അതല്ലേ ആകാശത്ത് എഴുതി കാട്ടിയത്? ഞാൻ മറ്റൊരു സത്യം പറയാം. ആ എഴുതി കാട്ടിയത് പരസ്യമായിരുന്നു. എന്തിന്റെ? അത്യാഗ്രഹത്തിന്റെ. കണ്ടിട്ടില്ലേ സിഗരറ്റ് ആരോഗ്യത്തിന് ഹാനികരം? അതുപോലെ. സ്വസ്തി, പ്രണാമം. ഞാൻ അത് വിട്ടു. അപ്പച്ച, വല്ലതും പറ്റിയോ? ഇല്ല മക്കളെ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഇതേതാ സ്ഥലം? ഇത് മേരിപുരം, ഞങ്ങളുടെ ഗ്രാമം. അമ്മാവൻ എങ്ങോട്ടാ? ഞാനങ്ങ് പഞ്ചാബിൽ നിന്ന് വരുവാ. തുണിത്തരങ്ങളുമായിട്ട് കൊച്ചി വരെ ഒന്ന് പോണം. എന്റെ ദൈവമേ, അപ്പച്ച മടുത്തില്ലേ? എന്തൊരു ദൂരം. ജീവിതത്തിൽ മടുപ്പിന് സ്ഥാനമില്ല മക്കളെ. ഇനി ഈ ലോറി ഉയർത്താതെ എങ്ങനെ യാത്ര തുടരും? ഒരു ടയർ ചാലിൽ വീണു. കോടമഞ്ഞ് കാരണം കൃത്യമായിട്ട് കാണാൻ പറ്റിയില്ല. ഇനി എന്ത് ചെയ്യും? ഇവിടെ ആരെങ്കിലും സഹായിക്കാൻ വരുമോ? ഇരുട്ടാകാറായില്ലേ? പോരാത്തതിന് മഴക്കാലവും. എല്ലാവരും വീട്ടിലെത്തിക്കാണും. പോരാത്തതിന് ഇതൊരു വിജനമായ സ്ഥലമല്ലേ? ദൈവമേ, നാളെ കഴിഞ്ഞ് എൻ്റെ ഇളയ മോളുടെ കല്യാണം. ഇനി എന്ത് ചെയ്യും? ഈശോ, ഈ പാവം അപ്പച്ചൻ. അപ്പച്ചന്റെ പേരെന്താ? എൻ്റെ പേര് ബാലു. ദൂരെ ഒരു ഗ്രാമത്തിലാ വീട്. ഭാര്യയും 3 പെൺകുട്ടികളും. ഒരു മകളുടെ കൂടി കല്യാണം കഴിയാനുണ്ടായിരുന്നു. അതാണ് നാളെ കഴിഞ്ഞ്. എന്റെ ജീവിതം ഒരു ദുരിതത്തിന്റെ കഥയാ മക്കളെ. അത് മുഴുവൻ ഞങ്ങളോട് പറയണം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഈ ലോറി ശരിയാക്കണം. വൈകിയാൽ അപ്പച്ചന്റെ എല്ലാ പ്ലാനും തെറ്റും. എല്ലാവരും ഇങ്ങോട്ട് നോക്കിയേ. അതിനുള്ള പണി എന്റെ കയ്യിലുണ്ട്. വേഗം പറ. പൊടിക്കളം കൊമ്പൻ. ഹായ് തകർപ്പൻ. അത് കലക്കി. അതാരാ മക്കളെ? ഞങ്ങളുടെ കൂട്ടുകാരനാ, ഒരു കാട്ടാന. അമ്മേ, കാട്ടാനയോ? അവൻ വന്നാൽ അലമ്പാക്കില്ലേ? ഇല്ലെങ്കിൽ അവൻ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാ. പുള്ളി വന്ന എല്ലാം ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് വിളിക്കോ? ഒന്ന് എന്നെ സഹായിക്കോ? അങ്കിൾ അല്പം വിശ്രമിക്ക്. ഞങ്ങൾ ഇതാ എത്തി. ഈ കോടമഞ്ഞിൽ ആന വരെ ചാലിൽ വീഴും. പിന്നെ ആ പാവൻ ലോറി. അങ്കിളെ, താഴെ വാ, ഒന്നും പേടിക്കണ്ട.
നമസ്കാരം. നമസ്കാരം. ഇതിപ്പോ ശരിയാക്കി തരാം. പൊടിക്കളം തള്ളിന്റെ ശാസ്ത്രം പഠിക്കുക. നിന്റെ അത്രയും തള്ളു വരില്ല ജോപ്പ. പുറകിലെ ചക്രമേ ചാലിൽ വീണിട്ടുള്ളൂ. സംഗതി പ്രശ്നമില്ലാതെ ശരിയാക്കാം. ശരിയാക്കാം. ആ, ഒരു തള്ളു, ഒരു ഉന്ത്. വണ്ടി സ്റ്റാർട്ടാക്കി റോട്ടിലേക്ക് പിടിച്ചോ. പൊടിക്കളം അടിപൊളി. പൊടിക്കളം ഒരാനയല്ല, 1.5 ആന വരും. ഇത് സിമ്പിൾ. ഒത്തിരി ഉപകാരം. ഇതൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതാണ് ദൈവത്തിന്റെ പരിപാലനം. അതുമാത്രമേ ഞാൻ ജീവിതത്തിൽ അറിഞ്ഞിട്ടുള്ളൂ. പൊടിക്കളം, ഒത്തിരി നന്ദി. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. താങ്ക് യു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ലോറി തള്ളുക. താങ്ക്സ്. ഞങ്ങൾ പോവുക. കാട്ടിലെ ആറ്റിൽ മലവെള്ളം നിറഞ്ഞാൽ പിന്നെ അക്കരെ കടക്കാൻ പറ്റില്ല. ബായ്. പിന്നെ കാണാം. ബൈ ബൈ പൊടിക്കളം. ഞാൻ ഇനിയും താമസിച്ചാൽ ഞാൻ അവിടെ എത്താൻ വൈകും. നിങ്ങൾ ഈ വഴിക്കല്ലേ? ഞാൻ വിടാം. ആ കൂട്ടത്തിൽ എൻ്റെ കഥയും പറയാം. ഗുഡ് ഐഡിയ. ലോറിയിൽ ഞാൻ കേറിയിട്ടില്ല. എന്താ? എന്നാ കേറിക്കോ. ഇനി അങ്കളുടെ കഥ പറ. പറയാം. വളരെ കഷ്ടതയുള്ളൊരു വീടായിരുന്നു ഞങ്ങളുടേത്. മാതാപിതാക്കൾ ഞങ്ങളുടെ ചെറുപ്പത്തിലേ മരിച്ചു. പിന്നെ ജീവിതത്തിന്റെ പ്രാരാബ്ധമെല്ലാം എൻ്റെ തലയിലായി. 2 പെങ്ങന്മാരെ ഞാൻ കെട്ടിച്ചയച്ചു. അനുജനെ പഠിപ്പിച്ച് വലിയ നിലയിലാക്കി. അതിനുശേഷം എൻ്റെ വിവാഹം കഴിഞ്ഞു. 3 പെൺകുഞ്ഞുങ്ങളുമായി. അങ്ങനെ എൻ്റെ അനുജന്റെ അതിമോഹം ഞങ്ങളെ പെരുവഴിയിലുമാക്കി. എന്ത് പറ്റി? മാതാപിതാക്കളുടെ ചരമവാർഷികം കഴിഞ്ഞ അന്ന് രാത്രി. അങ്ങനെ ഈശ്വരാനുഗ്രഹത്താൽ എല്ലാം മംഗളകരമായി. ബാലുവേട്ടാ, എല്ലാം മംഗളകരമായില്ലല്ലോ. അച്ഛന്റെ വിൽപ്പത്ര പ്രകാരം അനുജന്റെ, അതായത് എന്റെ ഭർത്താവിന്റെ പേരിലാണ് വീടും പറമ്പും. അതുകൂടി തന്ന് നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോയാൽ എല്ലാം മംഗളകരമാകും. ഇവൾ പറഞ്ഞത് നിന്റെ മനസ്സാണെന്ന് എനിക്കറിയാം. അതങ്ങനെ ഇരിക്കട്ടെ. സ്വത്തിന്റെ പേരിൽ നമ്മൾ ഒരിക്കലും പിണങ്ങരുത്. ഒരു രാത്രി കൂടെ ഞങ്ങളെ സഹിക്കണം. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ആ വീടിന്റെ പടിയിറങ്ങി. കഷ്ടം. എന്നിട്ട് സങ്കടം വന്നില്ലേ? നമ്മളെ ദ്രോഹിച്ചവരുടെ മുമ്പിൽ കണ്ണീരണിഞ്ഞ് നാം ഒരിക്കലും തോൽക്കരുത്. അതാണ് ചങ്കൂറ്റം. ബാലു അങ്കിൾ, യു ആർ എ ഹീറോ. എന്നെ പരീക്ഷയ്ക്ക് തോപ്പിച്ച ഒറ്റ ടീച്ചറിന് മുമ്പിൽ ഈ ജോപ്പൻ കരഞ്ഞിട്ടില്ല. അതും ചങ്കൂറ്റാ. നീണ്ട 40 വർഷം ഈ വളയം പിടിച്ച് ഞാൻ ജീവിച്ചു. ഒരു കൊച്ചു കുടിലിൽ അധികം മോഹങ്ങളൊന്നുമില്ലാതെ സുഖമായിട്ട് ജീവിച്ചു. ദൈവത്തിന്റെ കൃപയാൽ എന്റെ കടമകളെല്ലാം നാളത്തെ ഒരു ദിവസം കൊണ്ട് നിറവേറും. ബാലു അങ്കിളെ, എല്ലാം ശുഭകരമാവും. എന്നിട്ട് ആ അത്യാഗ്രഹിയായ അനുജനും കുടുംബവും സുഖമായി വാഴുന്നോ? സുഖമായിരുന്നു. കഴിഞ്ഞ മഴക്കാലം വരെ. പുഴ കരകവിഞ്ഞൊഴുകി അവന്റെ വീടും സമ്പാദ്യവുമെല്ലാം പുഴ കവർന്നു. കഷ്ടം. അത് ശിക്ഷയാ. നമ്മളെ ദ്രോഹിച്ചവരെ ദൈവം ശിക്ഷിച്ചു എന്ന് പറയുന്നത് അത് നമ്മളെ അത്യാഗ്രഹമാണ്. അങ്കിളിന്റെ മനസ്സ് എന്ത് നല്ലതാ. ആട്ടെ, ആ അനുജൻ ഇപ്പോ എവിടെയാ? എന്റെ കൂടെ, എന്റെ വീട്ടിൽ. ഓ എന്റെ ദൈവമേ, അങ്കിൾ റോക്സ്. അടിപൊളി. അങ്കിളെ, ഞങ്ങളുടെ സ്ഥലമായി. ഒരിക്കലും മറക്കില്ല ഈ ദിവസം. മക്കൾക്ക് വേണ്ടി ആ ചേച്ചിന് നല്ല വിവാഹ ജീവിതത്തിനായി പ്രാർത്ഥിക്കണേ. നല്ലത് മാത്രം വരട്ടെ. അങ്കിളെ, ഈ സ്ഥലം മറക്കല്ലേ. ഞങ്ങളെ ഒരിക്കലുമില്ല. ഇനിയും ഞാൻ ഈ വഴി പോകും. അപ്പോ കാണാം. പൊടിക്കളത്തോട് എന്റെ പ്രത്യേക അന്വേഷണം പറയണം. നന്ദിയും. ഓക്കെ ജോപ്പ, പരീക്ഷയ്ക്ക് എത്ര തോറ്റാലും ടീച്ചറുടെ മുമ്പിൽ കരയരുത്. ഇല്ലങ്കളെ, ജോപ്പന് പരീക്ഷാ പേപ്പർ കൊടുത്തുകൊണ്ട് ടീച്ചറാ കരയുന്നേ. അങ്കിളെ, ശുഭയാത്ര. എന്റെ ഭാഗ്യം, ഒരു അനുജനില്ലല്ലോ. അവനെങ്ങാനോ അത്യാഗ്രഹം തോന്നിയാൽ ഹോ. ജോപ്പ, ഇതാണ് അത്യാഗ്രഹം. ഒരുവൻ അത്യാഗ്രഹം കൂടുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഇല്ലാതാവും. അതാണ് മനസമാധാനം. അതാണ് അതിന്റെ ശരി. ദേ നോക്കിയ ആകാശത്തിൽ പരസ്യം, അത്യാഗ്രഹം ആപത്താണ്.